ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്നലെ ഞാൻ ഇവിടെ 2 ആവോലി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ഗ്രില്ല് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഗ്രില്ല് നമ്മുടെ കുക്കിംഗ് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. ഒരു ഡബിൾ സൈഡ് തവയിലാണ് ഞാൻ ചെയ്യാൻ പോണത്. ആ തവയും ഞാൻ ഇതിലൊപ്പം കാണിച്ചു തരാം. ഓക്കെ, അതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലാ ചെയ്യാൻ പോണത്. അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി ഇവിടെയൊക്കെ നന്നായിട്ട് വരഞ്ഞിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു 2 ഇതിപ്പോ ആവോലി മീനാണ് ഞാൻ എടുത്തു വെച്ചേക്കണത്. ഒരു മീഡിയം സൈസ് 2 ആവോലി മീൻ. ഓക്കെ, അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പൊ ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഈ കുഞ്ഞുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില, കറിവേപ്പില, പിന്നെ നമ്മുടെ ഒരു 10-15 പിന്നെ പച്ചമുളക്. അത് നമ്മുടെ ആവശ്യത്തിന്റെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇട്ടു. പക്ഷെ ഇത് കുറച്ച് കൂടുതൽ വേണം, കാരണം നമ്മൾ ഉപ്പിൽ കുറച്ച് കൂടുതലായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെയുള്ള കാശ്മീരി ചില്ലി പൗഡർ. ഓക്കെ, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ, പിന്നെ നമ്മുടെ നാരങ്ങ നീര്. ഞാനൊരു നാരങ്ങ ഫുള്ളായിട്ട് ഇതിൽ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്, കാരണം നമ്മളിതിൽ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു പുളിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ബാക്കി കാണിച്ചു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ മറന്നത്, വെളിച്ചെണ്ണ എടുത്ത് വെച്ച് പക്ഷെ ഞാൻ ഒഴിച്ചില്ല. ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണം. ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ട് വരാം. അപ്പൊ ഞാനിത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ട് വന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഈ ആവോലി മീനിലോട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, ഞാനിത് ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട്, കാരണം ഇത് നമുക്ക് ഫുൾ വേണം ഇതിൽ. അതെ, ഇതിനകത്തോട്ടൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ആവോലി മീനിന്റെ തൊലി കളഞ്ഞിട്ടില്ല, കാരണം ഈ തൊലി എടുക്കാത്തതിന്റെ കാരണം ഈ തൊലിയുടെ അടിയിൽ നന്നായിട്ട് ഇതിന്റെ ഒരു ഫാറ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫാറ്റ് വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് വെന്ത് വരാനും. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, വേറെ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയൊന്നും നമ്മൾ ഇതിൽ ചേർക്കത്തില്ല കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാ നന്നായിട്ട് വരുന്നുണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ ഇത് ഫുള്ളായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 1/2 hour റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഡബിൾ സൈഡ് തവ ഇതാണേ. അപ്പൊ നമുക്കിത് ഇങ്ങനെയും എടുത്ത് വെക്കാം, ഇങ്ങനെയും തിരിച്ചു വെക്കാം. അതായത് നമ്മൾ അകത്ത് സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു മറിച്ച് ഇങ്ങനെ ചെയ്താൽ മതി, തുറക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, തുറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിങ്ങനെയാ വരുന്നത്, തുറന്നിങ്ങനെ ഇരിക്കും. ഓക്കെ, ഞാനിതിപ്പോ ഓൾറെഡി കുറച്ചൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത പോലെ തന്നെ ഞാനൊന്ന് സ്റ്റൗ ഓണാക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്, തീയും ഒന്ന് സിമ്മിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, ഞാൻ കുറച്ചു നേരം വെച്ചിരുന്നില്ല, നമ്മുടെ ആവോലി മീനിനെ ഞാൻ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാൻ പോവാണേ. അപ്പൊ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ഈ വരഞ്ഞ ഭാഗമില്ലേ, അത് ആദ്യം വെച്ച് കൊടുക്കണം. ഓക്കെ, ഞാനിവിടെ ഒരു സൈഡിലോട്ട് അത് വെച്ച് കൊടുത്തു. രണ്ടാമത്തെ ഫിഷും ഞാൻ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇതിപ്പോ ലോ ഫ്ലെയിമിലായിരിക്കുന്ന. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ശകലം ഒന്ന് തീ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് സിമ്മിലോട്ടാക്കാം. എന്നിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള ഈ മസാലയല്ലേ, അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഓക്കെ, നമുക്ക് ഓൾറെഡി ഇതെല്ലാം ഇതിനകത്തോട്ട് തന്നെ ചെയ്ത് വെക്കും. ഇതിപ്പോ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണാം ഇതിനകത്തോട്ട് നിന്ന് ആ എണ്ണ ഇറങ്ങുന്നു. ഓക്കെ, അപ്പൊ അതേ നമ്മുടെ മീനിന്റെ സൈഡിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് എണ്ണ ഒന്നിങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ. ഈ മീനിൽ തന്നെ കുറച്ച് ആവശ്യത്തിനൊരു ഫാറ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു തൊലിയുടെ അടിയിരിക്കുന്ന ഒരു ഫാറ്റും എല്ലാം ഇതിനകത്തോട്ട് ഉരുകി ഇറങ്ങാം. അപ്പൊ നിങ്ങൾ കുറച്ചൊരു എണ്ണ ചേർത്താൽ മതി ഇതിൽ. ഞാൻ ഈ തവയിലോട്ടൊന്നും എണ്ണ ഒന്നും ചേർത്തിട്ടില്ല. ഓക്കെ, ഇതിന് തനിയെ ഇറങ്ങിയ എണ്ണയാണ്. അപ്പൊ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് അങ്ങനെ ഇറങ്ങും. ഓക്കെ, അപ്പൊ അതേ ഞാനിത് മീനിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണേ. തിരിച്ചിട്ടു ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ആ സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് വേവിട്ടൊക്കെ.
നമ്മുടെ തീ ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ചെറിയ തീ തന്നെ അത് വേകണം. അപ്പോൾ അതേ നമ്മുടെ ആ മീനിൻ്റെ ബാക്കി വന്ന മസാല ഞാൻ മീനൊക്കെ അങ്ങ് പുറത്തോട്ട് എടുത്തിട്ട് ആ മീൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത മീൻ, ഫ്രൈ അല്ല സോറി, ഗ്രില്ല് പോലെ ചെയ്തതാണ്. ഇനി ബാക്കി ആ മസാല ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം പോയി കിട്ടുന്നത് വരെ ഇട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ ഈ ഫിഷിനകത്തോട്ട് നമ്മളിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഓക്കെ,